എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാനീയമായ കൊക്കോകോളയെ പറ്റിയാണ്. ഒരിക്കലും ആ ഒരു ബ്രാൻഡിനെ കുറ്റപ്പെടുത്തിയോ തരം താഴ്ത്തിയോ അല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡാർക്ക് സൈഡിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന ഒരു പാനീയമാണ് കൊക്കോകോള. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെയധികം ദോഷകരമാണെന്ന് നിങ്ങൾക്കറിയാം. കൊക്കോകോളയുടെ ഒരു ചെറിയ ബോട്ടിലിൽ തന്നെ 9 ടീസ്പൂൺ പഞ്ചസാരയുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം 6 ടീസ്പൂൺ മതി. ഈ ഒരൊറ്റ കുപ്പിയിലൂടെ നമുക്ക് കിട്ടുന്നത് ഫാറ്റി ലിവർ, ഡയബറ്റീസ്, മൂഡ് സ്വിങ്സ് എന്നിവയാണ്. കൂടാതെ ഇതിലെ കഫീൻ നമ്മുടെ ശരീരത്തിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു. എനർജറ്റിക് ഫീൽ തരുന്ന പോലെ തോന്നുമെങ്കിലും പിന്നീട് അത് ടയേർഡ്നെസ്, ഇറിറ്റേഷൻ എന്നിവയൊക്കെയായി മാറുന്നു. അതുമാത്രമല്ല, 1 ലിറ്റർ കൊക്കോകോള നിർമ്മിക്കാൻ ഏകദേശം 3 ലിറ്റർ വെള്ളം വേണ്ടിവരും. എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? ഗ്രാമങ്ങളിലെ ജലസ്രോതസ്സുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ വിഭാഗങ്ങൾക്കും കർഷകർക്കും വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ ബ്രാൻഡാണ് ലോകത്തിലെ നമ്പർ 1 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പ്രധാന കാരണക്കാരനെന്ന് ഗ്രീൻ പീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഓരോ കുപ്പിയും നൂറുകണക്കിന് വർഷങ്ങൾ പ്രകൃതിയിൽ മായാതെ കിടക്കും. ഇനി വെറുതെ ടേസ്റ്റ്, ഫീൽ എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഓപ്പൺ ഹാപ്പിനെസ്, ടേസ്റ്റ് ദ ഫീലിംഗ് എന്നൊക്കെ കേൾക്കാൻ നല്ലതാണെങ്കിലും കോക്ക് ഇമോഷണൽ മാനിപ്പുലേഷനിൽ കഴിവുള്ള ഒരു ബ്രാൻഡാണ്. പാർട്ടിയിൽ കോക്കില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യുന്നു. സബ് കോൺഷ്യസ് ലെവലിൽ കോക്കിനെ നാം കണക്ട് ചെയ്യുന്നു. അതിൻ്റെ വൈബാണ് ഇവർ സെൽ ചെയ്യുന്നത്. എന്നിരുന്നാലും ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ശരിയായ റീപ്ലേസ്മെൻറ്റ്സ് മനസ്സിലാക്കണം. ലെമൺ സോഡ, ടെൻഡർ കോക്കനട്ട്, ലെമൺ വാട്ടർ, ഷുഗർലെസ് ഡ്രിങ്ക്സ് എന്നിവയാണ് അതൊക്കെ. കോക്ക് ലൈഫ് സ്റ്റൈലാണെന്ന് തോന്നിയാൽ നമ്മൾ തന്നെ ഫൂളാകാൻ സാധ്യതയുണ്ട്. സത്യങ്ങൾ മനസ്സിലായാൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എനിവേ, ബൈ.